ഇടുക്കിയിൽ ഹൈക്കോടതി പറയുന്നത് പോലെ ഗുരുതരമായ ഭൂമി പ്രശ്നമോ കയ്യേറ്റമോ ഇല്ലെന്ന് മുൻ മന്ത്രി എം മണി എം.എൽ.എ. കോടതികൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളിൽ കാര്യമുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കുന്നുണ്ട്. ഹൈക്കോടതിയെ സർക്കാർ വസ്തുതകൾ ധരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രവീന്ദ്രൻ പട്ടയം എന്ന് പറഞ്ഞാൽ എനിക്ക് പട്ടയമൊന്നുമില്ല, പാർട്ടിക്കുണ്ട്, പാർട്ടി ഓഫീസ് അതെ. അതുകൊണ്ടിപ്പം ഞാനിപ്പോ അബദ്ധം എനിക്ക് എന്റെ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റും. ഹൈക്കോടതി ഇപ്പോഴും കാര്യങ്ങൾ വ്യക്തമായിട്ട് അവിടെ അവതരിപ്പിക്കുന്നതാണോ ഇവിടെ വിമർശനം ഉന്നയിക്കപ്പെടുന്നത്? അതൊക്കെ വേണ്ടപ്പെട്ടവർ അവതരിപ്പിക്കണം. ഞങ്ങൾ അവതരിപ്പിക്കേണ്ട ഘട്ടം വന്നാൽ ഞങ്ങൾ അവതരിപ്പിക്കും. ഹൈക്കോടതിയാണേലും ഏത് കോടതിയാണേലും അങ്ങനെയൊക്കെ ചിലപ്പം പറയും, വിമർശനം പറയും. ആ വിമർശനത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുക. ഇതൊക്കെയല്ലേ ചെയ്യുന്നത്. കോടതി പറഞ്ഞ അത്രയും വലിയ ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കാതെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഈ പെടുന്ന വലിയ പ്രശ്നമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇടുക്കി ജില്ലയിൽ താമസിക്കുന്ന ആളാണ്, ഹൈറേഞ്ചിൽ നിയമിക്കുന്ന ആളാണ്. ഹൈറേഞ്ചിൽ എത്രയോ നൂറ്റാണ്ടായിട്ടുണ്ടാവും ആളുകൾ ജീവിക്കുക. കോടതി പറയുന്നത് പട്ടയത്തിന് വേണ്ടി അപേക്ഷിച്ചവർക്ക് പട്ടയം കിട്ടുന്നില്ല, അതേസമയം റിസോർട്ടുകൾക്ക് കിട്ടുന്നുണ്ട്. അത് ചിലപ്പോൾ ഉണ്ടോന്നും നോക്കണം, എനിക്കറിയില്ല. അപ്പൊ കോടതിക്കല്ലേ കോടതി ശക്തമായി ഉന്നയിച്ചൊരു വിമർശനം അതെ. അതന്നെ, അതെന്താ ഉണ്ടോന്നും നോക്കട്ടെ. പിന്നെ അത് പണ്ട് അതൊന്നും അത്ര എളുപ്പമൊന്നുമല്ല എടുക്കൽ. എനിക്ക് തോന്നുന്നു 1.5 നൂറ്റാണ്ടായി കാണും തോന്നുന്നു തോട്ടം അവിടെ കമ്പനി സ്ഥാപിച്ചിട്ട്. അതിപ്പോ ഓടി ചെന്ന് ഭൂമി എടുക്കല് അത്ര എളുപ്പമാണോ? അതൊന്നും അത്ര എളുപ്പമല്ല. നിയമപരമായി ഒരുപാട് നൂലാമാല ഉണ്ടാവും. എന്നാ കമ്മീഷൻ കണ്ടെത്തട്ടെ, എടുക്കട്ടെ. ആർക്ക് വരും?